ഇതിന്റെ കമ്പോസിങ് വന്നപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു ഇത് റിലേഷൻഷിപ്പിന്റെ ഒരു പാട്ടാണ് ശരത്തെ എന്ന് പറഞ്ഞത്. അപ്പൊ അതില് നമ്മുടെ മോഹൻലാൽ അണ്ണാച്ചി ശോഭനയുണ്ട്, പിന്നെ CI പോളും, അതുപോലെ നമ്മുടെ ലളിത ചേച്ചിയുണ്ട്, തിലകൻ ചേട്ടൻ, ശ്രീവിദ്യാമ്മയുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ റിലേഷൻഷിപ്പാണ് ഈ ഒരു പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ കിളി പോയി. എൻ്റെ കിളി പറന്നു പോകുന്ന ഞാൻ തന്നെ നോക്കി നിന്നു. അരെ എന്ത് ലൈൻ പിടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴാണ് ഈ രാജുവേട്ടന് സാധാരണ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഉടനെ ഞാനൊരു ട്യൂൺ ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും അഹങ്കാരം പറയില്ല കേട്ടോ, അത് ദൈവമായിട്ട് തരുന്നത്. ചിലർ മറ്റേ അഹങ്കാരം സംസാരം ഒന്നല്ല, അതങ്ങനെയാണ് ഞാൻ. അത് നിങ്ങൾ TK രാജീവ്കുമാർ അദ്ദേഹത്തിൻ്റെ ചോദിച്ചാൽ അറിയും. അപ്പോൾ ഒരു ചരിത്രം ഇതെന്താ ഒരു ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ലല്ലോ. ഇപ്പൊ രാജുവേട്ടൻ അത് എനിക്കൊന്നും കൂടെ പറഞ്ഞു തരും, ഇതെന്തോ ഒന്ന് സിറ്റുവേഷൻ പറയാമെന്ന്. ഇപ്പൊ രാജുവേട്ടൻ ഇങ്ങനെ പറയുമ്പോഴാണ്. അപ്പൊ അതില് വേണിച്ചേട്ടന്റെ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത് ജഗതി ചേട്ടനായിരുന്നു. അപ്പം ശരത്തെ അതില് ജഗതി സാറ് എപ്പോഴും ഈ ക്ലാസിക്കൽ കൃതികളൊക്കെ പാടിക്കൊണ്ടാണ് തിലകൻ ചേട്ടന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അവിടുന്ന് ഇവർ അടുത്തടുത്ത വീട്ടുകാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്കായി. ആ കാലത്ത് പക്കല നിലപടി ഇല്ലാത്ത ഈ ഒരു കീർത്തനമില്ലാത്ത കച്ചേരി സദസ്സുകളില്ലായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിൽ ഓക്കെ മിശ്രജ ഖരകര പ്രിയ ബേസ് എന്നൊരു സാധനം തോന്നി. അപ്പൊ തന്നെ എന്താ പറയണ്ടേ, ഇട്ട ട്യൂണാണ് ഇതപ്പോ ഇട്ടതാണ്. അപ്പൊ ഇതിന് വേറെ ലിറിക്കായിരുന്നു. ഒരു പൂവനം കിളിപ്പാടിയാത്തളിർ ചൂടിടും ഹൃദയാന്തരം നവഭാവരസിതാലിംഗനം തുടരുന്നു കിസലയ ചുംബനം ഒരു വിലോല വികാരമേ ഒരു പൂവനം കിളിപ്പാടിയാത്തളിർ ചൂടിടും ഹൃദയാന്തരം. ഒരു കവി എഴുതി. പക്ഷെ അത് നമ്മുടെ രാജീവ് സാറിന് ഓക്കെ ചെയ്തു. പി ബാലേട്ടനും ഇതെനിക്ക് സത്യത്തിൽ എല്ലാം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എഴുത്തുകാരെയും അതുപോലെ തന്നെ അവരെഴുതുന്നതിനെ എല്ലാം എനിക്ക് കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത് വേണ്ട എന്നുള്ള തീരുമാനമാക്കി ഈ ലിറിക്ക് പാടല്ലേ ശരത എന്ന് പറഞ്ഞിട്ട് ONV സാറ് വരുന്നു, സാറിന് ഇത് പാടിക്കൊടുക്കുന്നു. അപ്പൊ ഒരു മണിക്കൂറിനുള്ളിൽ ശ്രീരാഗമോ തേടുന്നു നീ പൊൻതന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഈ മണി നിന്മൗനമോ നിൻരാഗമോ ഭൂപാളമോ എന്നുള്ളിൽ നീ പുലകന്യയാ ശ്രീരാഗമോ തേടുന്നു നീ ഈ പാട്ടുണ്ടാക്കി കുറേ സന്തോഷം കേട്ടോ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അത് എനിക്കറിഞ്ഞൂടെ. ഇത് എനിക്ക് ഇഴഞ്ഞു നടന്നപ്പോൾ കമ്പോസ് ചെയ്തതാണ് 10-36 കൊല്ലം മുമ്പ്. പക്ഷെ അത് ഇത്രത്തോളം ജനഹൃദയങ്ങളിൽ നിൽക്കുന്നു എന്ന് അറിയുന്നതിൽ കുറേ സന്തോഷം.